വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ ചിറ്റൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. പുലർച്ചെ ചിറ്റൂർക്കാവിൽ ചാന്താഭിഷേകത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പഴയന്നൂർക്കാവിൽ ദീപാരാധനയെ തുടർന്ന് ഗണപതി ഹോമമുണ്ടായി. ഉഷപൂജയ്ക്ക് ശേഷം ഇടയ്ക്ക് പ്രദക്ഷിണം നടന്നു. കല്ലൂർ കുഞ്ഞുകുട്ടന്മാരാർ, തിരുവാലത്തൂർ ശിവന്മാരാർ, അയിലൂർ അഖിൽമാരാർ എന്നിവർ ഇടയ്ക്കും പലശന ബാലസുബ്രഹ്മണ്യൻ, പലശന കുമാർ എന്നിവർ നാദസ്വരത്തിനും നേതൃത്വം നൽകി. പനങ്ങാട്ടേരി മോഹനന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച കലാകാരന്മാരുടെ പഞ്ചാരിമേളവും പഴയന്നൂർക്കാവ് ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനൻ, ദേവസ്വം ഓഫീസർ വി മുരളി, ചിറ്റൂർക്കാവ് പഴയന്നൂർക്കാവ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റൂർ ദേവസ്വത്തിലെ നിറമാല മഹോത്സവം ഇന്ന് ഗംഭീരമായി കൊണ്ടാടുകയാണ്. ഇന്ന് അതിൻ്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമവും ഉഷപൂജയും ഒക്കെ ഗംഭീരമായി നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചാരിമേളം 7 മണിക്ക് തുടങ്ങി. മറ്റേ പനങ്ങാട്ടേരി മോഹനൻ്റെ ശിക്ഷണത്തിൽ വളർന്ന കുട്ടികളുടെ നല്ലൊരു പഞ്ചാരിമേളം ഇവിടെ ഗംഭീരമായി നടന്നു. അത് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് 5:30 ദീപാരാധനയോടുകൂടി മറ്റുള്ള പരിപാടികളും അതുപോലെ തന്നെ ഇടയ്ക്ക പ്രദക്ഷിണ പരിപാടികളുണ്ട്. ഈ വർഷത്തെ നിറമാല കഴിഞ്ഞ വർഷത്തേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ പഴയന്നൂർക്കാവിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു സംരംഭമാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ തോതിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതിന് ഇവിടുത്തെ പൊതുസമൂഹവും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയും വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.